ഇപ്പൊ അനന്തിന്റെ ലൈഫിൽ MBBS ബുക്ക് മാത്രമല്ലല്ലോ വായിച്ചിട്ടുണ്ടാവും. ഒബ്വിയസ്ലി വാട്ട് ആർ സം ബുക്സ് യു റെഡ് യു ചേഞ്ച് യുവർ ഫ്ലിപ്പ് വിച്ച് ചേഞ്ച് യുവർ പെർസെപ്ഷൻ ഓഫ് എവറിങ്, ലൈക് സം ബുക്സ് യു റെക്കമെൻഡ്? ബുക്സ് ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി അതിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം. കാര്യം എഡ്യൂക്കേഷൻ ഒരു ഭാഗമായിരുന്നു എൻ്റെ തന്നെ. പക്ഷെ ബുക്സ് ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് അറ്റൻഷൻ ഭയങ്കര കുറവാണ്. കാര്യം ഞാൻ കുറച്ചും കൂടെ ടെക് ആയതുകൊണ്ട് തന്നെ ഈ റീൽസ്, ഇൻസ്റ്റ അതിലെല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറ്റൻഷൻ കുറവാണ്. ബുക്സ് കൂടുതൽ ഇത് വായിക്കാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകളിൽ റീവർക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു ബുക്ക്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഞാൻ ആളുകളുടെ റീവർക്ക് ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. കൂടാതെ സീബ്രാലെന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇപ്പം അവർ കുറെ ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ആക്ച്വൽ ബിസിനസ് പഠിക്കണമെങ്കിൽ അവിടെ കുറെ കണ്ടന്റുകളുണ്ട്. ഹയറിംഗ് മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ HR തൊട്ടുള്ള സ്റ്റാർട്ടപ്പ് അതിന്റെ ജേർണി തൊട്ടെല്ലാം വളരെ ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. ലൈക്ക് അത് നല്ലതാണ്. എന്തെങ്കിലും നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂ. അപ്പം അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ബൈ നെക്സ്റ്റ് വൺ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളതാണ്. കാര്യം എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ബുക്ക് വാങ്ങി പോയിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ വന്നപ്പോൾ അതിന്റെ ഒരു 12-13 ടൈപ്പ് ഓഫ് പല കണ്ടന്റിലുള്ള ബുക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു പ്രൊമോഷൻ ഒന്നും അല്ല, എനിക്ക് അതുമായിട്ട് ബന്ധമില്ല. അപ്പൊ അത് വർക്കാവുന്നതാണ്. ഫ്രം ബിസിനസ് ആസ്പെക്ടിൽ ഞാൻ വായിക്കാറുള്ളതാണ്. ബാക്കി ബുക്സ് ഒക്കെ വളരെ കുറവാണ്. ഞാൻ കൂടുതലും വീഡിയോ കൺസ്യൂം ചെയ്യാൻ ഇഷ്ടപ്പെടും. ഏതൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ആണ്, പോഡ്കാസ്റ്റ് ആണ് കാണാറുള്ളത്? ആ പോഡ്കാസ്റ്റിന്റെ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ TRS നമ്മൾ രൺവീറിന്റെ കാണാറ് ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഹിന്ദി ഓൾമോസ്റ്റ് അവരുടെ ഒരു ബെൽറ്റിലുള്ള പല പോഡ്കാസ്റ്റുകളും ഞാൻ മെയിൻലി ആ ഒരു സൈഡിൽ നിന്ന്. പിന്നെ നിഖിൽ കമ്മത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, WTF പോഡ്കാസ്റ്റ്. ദെൻ കേരളത്തിൽ കൂടുതൽ KPH ഞാനിപ്പം ഈ റീസെന്റ് ഇയർ സമയത്തായിട്ട് ഞാൻ കുറെ കണ്ടന്റുകൾ കണ്ടിരുന്നു. ഇവിടുത്തെ മലയാളി ഓൺടർപ്രണേഴ്സ് ഞാൻ അവിടെ നിന്നാണ് കൂടുതലും ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. പിന്നെ കൂടുതലും ഞാൻ ഇപ്പം ക്യൂവിന്റെ ഒക്കെ സിനിമ ലൈക്ക് കണ്ടന്റുകൾ ഞാൻ മനീഷൻ എന്റെ ക്ലോസ് ഫ്രണ്ടും കൂടെ, ക്ലോസ് ഫ്രണ്ട്, വി കണക്റ്റഡ് വെരി ക്ലോസ്ലി. അപ്പൊ അതുകൊണ്ട് അത് ക്യൂ വളരെ കാണാറുള്ള ഒരു കണ്ടന്റ് കൂടെയാണ്. പിന്നെ പേളിമാണി ഷോ, പേളി ചേച്ചിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ അത് കുറെ കൺസ്യൂം ചെയ്യാറുണ്ട്. അതൊക്കെ അപ്പൊ വീഡിയോസ് ഒരുപാട് കൺസ്യൂം ചെയ്യൽ തന്നെയാണ് ഞാൻ. അത് ലോങ് വീഡിയോ കാണാറില്ല. ഇപ്പം റീൽസ് കുറച്ച് ലോങ് വീഡിയോസിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ. കാര്യം അറ്റൻഷൻ കുറച്ചും കൂടെ അത് കിട്ടും. കാര്യം ഇഫ് യു ഹാവ് അറ്റൻഷൻ ഓവർ ലോങ് വീഡിയോ ദെൻ ഓൺലി യു ഹാവ് അറ്റൻഷൻ ഓഫ് ബുക്സ്. ബിക്കോസ് ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് യു ഷുഡ് റീഡ്, യു ഷുഡ് ഇമാജിൻ എവറിത്തിങ്. ഇറ്റ്സ് നീഡ് വെരി അറ്റൻഷൻ. അപ്പം ഇപ്പൊ അത് എല്ലാവർക്കും കുറവാണ് ബുക്ക് റീഡ്. അപ്പൊ ബുക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ റീവർക്ക് പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്കതിൽ എന്റെ അറ്റൻഷൻ സ്പാൻ കൂടിയിട്ടുണ്ട് ഈ പോഡ്കാസ്റ്റ് ചെയ്ത് തുടങ്ങി. ഈവൻ ഒരു 1 hour മോർ ദാൻ ദാറ്റ് ഒക്കെ ചിലപ്പോൾ പോഡ്കാസ്റ്റ് പോകും. അപ്പോൾ യു ഹാവ് ടു ബി വെരി അറ്റന്റീവ് ടു ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചിലപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഈ as you listen to the conversation, then questions become automatically. പിന്നെ പോഡ്കാസ്റ്റ്, I think you are starting a podcast, right? ഞാനൊരു പോഡ്കാസ്റ്റ് തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ആക്ച്വലി ഞാൻ കുറച്ചും കൂടെ പോഡ്കാസ്റ്റ് ഇൻ ദ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് ഒരു പീപ്പിൾ ഇന്ററാക്ഷൻസ് കുറച്ചും കൂടെ കൊണ്ടുവരിക. പല ആളുകളെ കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് വാട്ട് ഐ ലേൺ, വാട്ട് ദേ ലേൺ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ, നോട്ട് ബിസിനസ് അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലേ അല്ല, വേറൊരു യങ്സ്റ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യിക്കാൻ പറ്റുന്ന അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വിത്തിട്ടുള്ള ഒരു കുറച്ച് ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ നാളായി. ഒരു 2025 ബിഗിനിങ്ങിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് പോഡ്കാസ്റ്റ് വരുന്നതാണ്. 2025 ബിഗിനിങ്ങിൽ തൊട്ട് നമ്മളത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോഴും.